I love you, Boche. Oh my God. ഐശ്വര്യ, ഈ ഹണി റോസിനെ ശരിക്കും ചെമ്മണ്ണൂരിൻ്റെ ഇനാഗുറേഷനുകൾ, ഹണി റോസിന് ചെമ്മണ്ണൂരിൻ്റെ ഇനാഗുറേഷനുകൾ ശരിക്കും അവർ ചെയ്യാതായിട്ട് കുറച്ച് നാളെങ്കിലും ആയില്ലേ? കുറച്ച് നാളെന്ന് പറഞ്ഞാൽ കണ്ണൂര്, ആലങ്കോട് അല്ലേ, അത് കഴിഞ്ഞ ശേഷം തന്നെ പറയണം. എന്നുവെച്ചാൽ ഹണി റോസ് ആദ്യമൊക്കെ നമ്മുടെ ബോച്ചയുടെ ഒരു ബ്രാൻഡ് അംബാസിഡർ പോലെ നമ്മുടെ മറഡോണയായിരുന്നു. മറഡോണ ആയിരുന്നു ഇദ്ദേഹത്തിന്റെ ഈ ചെമ്മണ്ണൂർ ജുവലേഴ്സിനെ ബോബി ബ്രാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ മറഡോണയാണ് കൊണ്ടുവന്നത്. അതൊരു 2012 മുതൽ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. നമുക്കെല്ലാം ഓർമ്മയുണ്ട്. 2012 വലിയൊരു ഹൈപ്പിലാണ് സ്റ്റാർട്ട് ചെയ്ത്. കാര്യം മറ്റു ജ്വല്ലറികൾക്കാർക്കും ഒരു സ്പോർട്സ് താരത്തിനെ വെച്ച് ചെയ്തിട്ടില്ല. അത് മറഡോണയെ പോലത്തെ ഒരു ഫിഗർ അത് ലോഞ്ച് ചെയ്തൊക്കെ വലിയ ഇതായിരുന്നു. അപ്പൊ പറഞ്ഞാട്ടെ, ബാക്കി പറഞ്ഞോളൂ. അത് കഴിഞ്ഞിട്ടാണ് ഹണി റോസ് വരുന്നത്. ഹണി റോസ് കുറേ ചെയ്തു. ഇപ്പോൾ ഈ ഹണി റോസ് പറയുന്നത് പോലെ മോശം പെരുമാറ്റമുള്ള ഒരാളായിരുന്നു എങ്കിൽ രണ്ടാമത്തതിൽ വെച്ച് ആദ്യത്തിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാമായിരുന്നു. പിന്നീട് അദ്ദേഹം വിളിക്കുമ്പോൾ പോവണ്ടായിരുന്നു. അതൊന്നും ഉണ്ടായില്ല അതിലേക്ക് ഇപ്പം ഞാൻ പോകുന്നില്ല. എന്തായാലും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് നാളുകളായി. കാരണം ഹണി കഴിഞ്ഞിട്ട് ശ്വേതാമേനോൻ വരാൻ തുടങ്ങി, ലിച്ചി, അന്നാരാജൻ വരാൻ തുടങ്ങി. അപ്പോൾ അവരിലേക്കൊക്കെ ഫോക്കസ് പോയി തുടങ്ങി. എനിക്ക് തോന്നുന്നു ഹണി റോസിനെക്കാളും കുറച്ചും കൂടി വൈബ്രൻറ്റ് നമ്മളുടെ ശ്വേതാമേനോന് സംസാര രീതിയും ലിച്ചി വൈബ്രന്റ് ആണ്. പക്ഷേ ഓഡിയൻസിനെ കയ്യിലെടുക്കാൻ കുറച്ചും കൂടി ബെറ്റർ എനിക്ക് തോന്നുന്നു ശ്വേതയായിരിക്കും എന്ന്. അപ്പം ശ്വേതയിലേക്ക് പോയി. ഒരു വീഡിയോ ഉണ്ട്, ശ്വേത ലവ് യു ബോച്ചെ, ഐ ലവ് യു ബോച്ചെ പറയുന്നത്. അപ്പോൾ അതൊക്കെ പുറത്ത് വന്നു. അതൊക്കെ കുറച്ച് നമുക്ക് കേൾപ്പിക്കാം. I love you, Boche. I love you, Boche. I love you, Boche. അപ്പോൾ ഈ ആലങ്കോട്ടത്തെ കണ്ണൂരത്തെ ആ ഒരു ഇനാഗുറേഷൻ കഴിഞ്ഞ ശേഷമാണ് ഈ ആലങ്കോട് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 5 ഷോറൂമെങ്കിലും ഒക്കെ അതിന് കഴിഞ്ഞ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഹണി റോസിനെ വിളിക്കാതെ ശ്വേതയെ വിളിക്കുന്നു അല്ലേ? ശ്വേതയിലേക്ക് പോയി, ലിച്ചിയിലേക്ക് പോയി. അപ്പോൾ ഇത്രയും നാൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായിരുന്നു. ആ പോസ്റ്റ് കുറച്ചും കൂടി ഈ ഒരു സംഭവത്തിൽ ഭയങ്കര എന്താ പറയുക, കൃത്യമായൊരു നിരീക്ഷണം എന്ന രീതിയിൽ പോകുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റാണത്. ആ പോസ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും ഫീൽ ചെയ്തു മേ ബി ഇതായിരിക്കും. അത് ഫേസ്ബുക്കിൽ ഇങ്ങനെ പ്രദീപൻ എന്ന് പറയുന്ന പ്രദീപൻ മാക്കുറ്റി എന്ന് പറയുന്ന ഒരാൾ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഹണി റോസ് എങ്ങനെയാണ് ഫേമസ് ആയത്? ഹണി റോസിനെ നമ്മൾ നടി എന്ന രീതിയിൽ ഒരുപാട് വലിയൊരു നടിയോ ഒരുപാട് കഥാപാത്രങ്ങളൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ അറിയപ്പെടുന്ന ആ ഒരു സാഹചര്യത്തിൽ ഹണി റോസ് പ്രശസ്തിയായത് ശരിക്കും ഈ ഉദ്ഘാടനങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ പ്രദീപൻ മാക്കുറ്റി എന്ന് പറയുന്ന ആളുടെ ഒരു പോസ്റ്റ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അത് ഒരുപാട് ശരിയാണ് എന്ന് തോന്നിയത് കൊണ്ട് ഇതൊന്ന് വായിക്കുകയാണ്. ഹണി റോസ് അറിയാൻ വേണ്ടിയാണ് ഈ പോസ്റ്റ്. നിങ്ങളുടെ ഉദ്ഘാടനങ്ങളും അതിലെ ട്രോളുകളും കണ്ടാണ് സത്യത്തിൽ കുറേ പേർക്കെങ്കിലും നിങ്ങളെ അറിയാൻ കഴിഞ്ഞത്. അല്ലാതെ നിങ്ങൾ ഒരു സിനിമയിൽ ഒരു സംഭവമൊന്നുമല്ലായിരുന്നു. നിങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന സ്ഥാപനത്തിൻ്റെ മുന്നിൽ തിരക്കി നിൽക്കുന്ന ആളുകൾ ആരാണ്? അതിലെത്ര പെണ്ണുങ്ങളുണ്ട്? അന്തസ്സുള്ള ആണുങ്ങൾ എത്ര പേരുണ്ട്? വളരെ കുറവാണ് വരുന്നത് മൊത്തം. നാട്ടിലെ ലൈംഗിക ദാരിദ്ര്യം തലയിൽ പേറി നടക്കുന്ന 4ാം കിട ഞരമ്പ് രോഗികളാണ് അതിൽ കൂടുതലും. ആ ഒരു ക്രൗഡാണ് നിങ്ങളുടെ റേറ്റിംഗ്. അതായത് ആ ഒരു ക്രൗഡാണ് റേറ്റിംഗ് എന്ന് പറയുന്നത്. ആ ക്രൗഡിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മള് കൊണ്ടുവരുന്നത്. അതെ. സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥാപനങ്ങളിലേക്കുള്ള പ്രയാണം നിങ്ങൾ ഒരിടത്തും സൗജന്യമായിട്ടല്ല ഈ പരിപാടികൾ നടത്തുന്നത്. സൗജന്യമായിട്ടല്ലല്ലോ, എന്തായാലും അതെ. നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗി ഘടന മാർക്കറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ എന്താണ് മറ്റേ ചോട്ടാ മുംബൈ സിനിമയ്ക്കകത്ത് ഷക്കീല വന്നിറങ്ങുന്നൊരു സീനുണ്ടല്ലോ, സെറ്റ് സാരി മുണ്ടൊക്കെ കൊടുത്തിട്ട്, അതുപോലെ വേണമെങ്കിലും ഹണിക്ക് വരാം. പക്ഷെ അതല്ല, ഹണി ഇങ്ങനെ വരണം. അതുകൊണ്ടാണല്ലോ കാശ് കൊടുത്ത് ബോച്ചയെ പോലെയുള്ള ആൾക്കാർ ഹണീനെ വിളിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിൻ്റെ ഭംഗി ഘടന മാർക്കറ്റ് ചെയ്യുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ പെണ്ണുങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല ശരീരം പ്രദർശിപ്പിക്കുന്നത്.
നിങ്ങളും നിള നമ്പ്യാരും രശ്മി നായരും കാമവാഹിനിയും എല്ലാം ഞരമ്പ് ആണുങ്ങളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് ഓരോ പരിപാടികൾ ചെയ്യുന്നത് എന്ന് ഞങ്ങൾ പറയല്ല, പ്രദീപൻ മാക്കുറ്റി പറയുന്നതാണ്. അദ്ദേഹം ഇങ്ങനെ എഴുതി പോയിരിക്കുന്നതാണ്. എനിക്കറിയില്ല കൂടുതൽ അദ്ദേഹത്തെ എനിക്കറിയില്ല, കൃത്യമായിട്ട് അറിയില്ല. നിങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥാപനത്തിന്റെ മുന്നിൽ പട്ടി ഇറച്ചിക്കടയുടെ മുന്നിൽ നിൽക്കുന്നത് പോലെ ആളുകൾ നിൽക്കുന്നത് ആ സ്ഥാപനത്തിന്റെ മഹിമ കാണാനല്ല, നിങ്ങളുടെ ശരീരം കാണാനാണ്. അവർ നിങ്ങളുടെ ശരീരം മാത്രമാണ് നോക്കുന്നത്. അവർ നിങ്ങളെപ്പറ്റി അത്ര നല്ല കമൻ്റ് ആയിരിക്കില്ല പറയുന്നത്, അത് നിങ്ങൾക്കും അറിയാം. പക്ഷെ അവരാണ് നിങ്ങളുടെ ടാർഗറ്റ്. ആ നരമ്പ് രോഗികൾ ഇല്ല എങ്കിൽ നിങ്ങളെപ്പോലുള്ളവർക്ക് നിലനിൽപ്പില്ല. നിങ്ങൾ ശരീരം മൂടി വന്നാൽ ഒരു പട്ടി പോലും അവിടെ ഉണ്ടാകില്ല, ഒരു പ്രോഗ്രാമും കിട്ടുകയുമില്ല. ഇതിൻ്റെ ലാസ്റ്റ് ഡയലോഗാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വാളൻ പുളി കഴിച്ചോളൂ, പക്ഷെ അതിൻ്റെ പുളിയെപ്പറ്റി പറയരുത്, അത് പുളി വിരുദ്ധമാണ് എന്ന് പറയുന്നത് പോലെയാണ് ഈ കാര്യങ്ങളെന്ന്. അതായത് ഞാനിങ്ങനെ വരും, പക്ഷെ എന്നെ പറ്റി അങ്ങനെ പറയരുത്. ഞാൻ ഈ ഡ്രസ്സിൽ വരും, അത് എൻ്റെ ഇഷ്ടം, എൻ്റെ വസ്ത്ര സ്വാതന്ത്ര്യം. പക്ഷെ ഞാൻ ഇട്ടത് ആ ഡ്രസ്സാണ്, അയ്യേ എന്ത് വൾഗറാണ് അത് എന്ന് ആരും പറയരുത്. ഇതിനകത്ത് അദ്ദേഹം മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട് തന്നെയാണ് അദ്ദേഹം ഹണി റോസ് ആയിരുന്നാലും ശ്വേത ആയാലും ഈ ലിച്ചി എന്ന് പറയുന്ന അങ്കമാലി ഡയറീസിലെ ആ നടിയല്ലേ അന്നാരാജൻ, ഇപ്പോൾ ആരെയായിരുന്നാലും ഒരു സ്വർണ്ണക്കട മുതലാളിക്ക് അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവരെ കൊണ്ട് ക്രൗഡ് കൂടുന്നത് ഏത് തരത്തിനാണ് എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന ഓരോരുത്തരെയും കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഹണി റോസ് എന്ന് പറയുന്ന നടിയെ അദ്ദേഹം കൊണ്ടുവന്നെങ്കിൽ മാർക്കറ്റിംഗ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതിപ്പോൾ ഈ ഇത്രയും ഷോപ്പുകൾ ചെയ്തിട്ട് അദ്ദേഹം പിന്നീട് ശ്വേതയിലേക്ക് പോയി. ശ്വേതയും വളരെ ഹണിയേക്കാളും വളരെ വൈബ്രന്റ് ആയിട്ട് സംസാരിക്കുന്നവരാണ്. ശ്വേത വന്നതും സാരിയില് ഹണിയുടെ ലുക്കിലേ അല്ല ശ്വേത വന്നത്. വളരെ ശ്വേതയ്ക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർ വളരെ വൈബ്രന്റ് ആയിട്ട് സംസാരിക്കും. അവര് സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർക്കൊരു നാണമൊന്നും ഉള്ളൊരു സ്ത്രീയല്ല. അവര് വളരെ ഓപ്പണായിട്ട് സംസാരിക്കും. അത് ഈ പറയുന്ന ഈ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഹണി റോസിനെ കാണാൻ വന്ന് നിൽക്കുന്നു എന്ന് പറയുന്ന പുരുഷന്മാരെ ആണ് ഈ ശ്വേത വരുമ്പോഴാണെങ്കിൽ പോലും വെറുതെ കണ്ടിരിക്കുന്ന ഹണിയേക്കാളും സംസാരിക്കുന്ന വൈബ്രന്റ് ആയിട്ട് പല ചോദ്യങ്ങൾക്കും ഉത്തരം പറയുന്ന ശ്വേതയെ കാണാനും കൂടി വരും. ഹണിയേക്കാളും മുമ്പേ ഈ സിനിമ ഫീൽഡിൽ വന്നതാണ് ശ്വേത. അപ്പോൾ ശ്വേതയെ സംബന്ധിച്ച് ശ്വേത ഓപ്പണായിട്ട് അവർക്കെതിരെയുള്ള പല വിവാദങ്ങൾക്കും അവർ തിരിച്ച് വളരെ ഓപ്പണായിട്ട് മറുപടി പറഞ്ഞതാണ്. വളരെ ഒരു ബോൾഡായ ഒരു യുവതിയാണ്. അപ്പോൾ അവരെ കൊണ്ടുവരുന്നതായാലും ഈ പറയുന്ന അന്നരാജനെ കൊണ്ടുവരുന്നതിലും ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയ്ക്കാണ് അത് തീരുമാനിക്കാനുള്ളത്. പിന്നെ ഞാൻ കേട്ടതെന്ന് വെച്ചാൽ നമ്മൾ കണ്ട പല വീഡിയോസിലും ഹണി റോസിൻ്റെ അദ്ദേഹം ചെയിനിടുമ്പോൾ വിത്ത് യുവർ പെർമിഷൻ എന്ന് ചോദിച്ചിട്ടാണ് അദ്ദേഹം ഇത് ചെയ്ത് ചെയിൻ വെച്ച് കറക്കുന്നതും ഒക്കെ എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അദ്ദേഹം ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത്, അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. ഇപ്പം നമ്മൾ ജോയി ആലുക്കാസ് എടുക്കുന്നു, അല്ലെങ്കിൽ ജോസ്കോ എടുക്കുന്നു, ഭീമ എടുക്കുന്നു. ഇതെല്ലാം ഈ ഓണേഴ്സ് അവരെല്ലാവരും തന്നെ ഇതേപോലെ ഇനാഗുറേഷന് വിളിക്കുന്ന ആൾ ഇനാഗുറേറ്റ് ചെയ്യുന്നു, ഒരു ഷേക്കിൻ്റെ കൊടുക്കുന്നു, ചിലപ്പോൾ ഒരു ചായയോ സ്നാക്സോ കഴിക്കുന്നു, അവർ പോകുന്നു. പക്ഷെ പുള്ളിയെ സംബന്ധിച്ച് അങ്ങനെയല്ല. പുള്ളി ഒരു വൈബ്രന്റ് അത്യാവശ്യം ഇങ്ങനെ എല്ലാവരോടും ജോളിയായി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എവിടെയോ ഒരു വികട സരസ്വതി അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞതിനെ ഇപ്പം നമ്മൾ ഇതിൽ വായിച്ചതുപോലെ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നതാണ് ഈ പറയുന്ന പോലെ ഏതെല്ലാം സൈറ്റിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോൺ സൈറ്റിലേക്കുള്ള പിന്നെ എത്രത്തോളം കടന്നുകയറ്റം പോൺ സൈറ്റിലേക്ക് പോകുന്നുവെന്നും പോൺ സൈറ്റിന് നമ്മുടെ വിദേശ രാജ്യങ്ങളുടെ തൊട്ട് താഴെ നിൽക്കുകയാണ് ഇന്ത്യയിൽ. അത്ര കണ്ട് പോൺ സൈറ്റ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർ ഉള്ള ഒരു ദേശമാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങനെയുള്ളവർ ഇദ്ദേഹം ഇപ്പോൾ ഒരു പഴംപൊരി എടുത്ത് വെച്ചിട്ട് ഒരു ചേട്ടനോട് പഴംപൊരിയുടെ കാര്യം ചോദിക്കുമ്പോൾ അതിനൊരു കുറ്റം പറയാൻ അയാൾ സംസാരിക്കുന്ന ഒരു പുരുഷനോടാണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നു കാലങ്ങൾക്ക് മുമ്പ് ചൊറിച്ചുമല്ലി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളുടെയൊക്കെ പഠന കാലത്ത് ചൊറിച്ചുമല്ലിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ഥാപനത്തിൻ്റെ ഉടമ എന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു മേലങ്കി, അദ്ദേഹം ഇട്ടിരിക്കുന്ന കോട്ട് അല്ലെങ്കിൽ ഒരു ഉടമയുടെ സർവ്വജാടയും മാറ്റിവെച്ച് അദ്ദേഹം വളരെ ഓപ്പണായി പെരുമാറുന്നു എന്നുള്ളതായിരുന്നു. ആ ഓപ്പണായി പെരുമാറിയതിൽ അദ്ദേഹത്തിന് വന്ന ഒരു വീഴ്ചയാണ്. പിന്നെ ഈ പറയുന്ന പോലെ ഈ കണ്ട സോഷ്യൽ മീഡിയയിൽ ലക്ഷങ്ങൾക്ക് മേൽ ലക്ഷങ്ങളും ഒക്കെ കാണുന്ന ഇവിടുത്തെ വലിയ ഇപ്പോൾ വളരെ ഹൈപ്പിൽ നിൽക്കുന്ന ചില യൂട്യൂബുകാരൊക്കെ ഉണ്ട്. അവരൊക്കെ തന്നെയും പലതവണ മാർക്കറ്റിംഗ് ആവശ്യങ്ങൾക്കായൊക്കെ ഈ ബോബി ചെമ്മണ്ണൂർ
ചെമ്മണ്ണൂരിനെ കാണാൻ പോയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ ഈ പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുമ്പ് ഞാൻ ശരിക്കും സാറ്റലൈറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പറയുന്ന ആൾ അത് എവിടെ ആയാലും ഒരാൾക്ക് ഒരു ഉയർച്ച ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കാണാൻ ഭംഗിയുള്ള ഒരു പൂവാണെങ്കിൽ അതിലേക്ക് വണ്ടുകൾ ചെല്ലുമെന്ന് പറയുമ്പോൾ ഇയാളെ ബിസിനസ് ഉണ്ടായിരുന്നു. ഈ ബിസിനസ് സമയത്ത് ഇപ്പോൾ മലയാളത്തിലെ ഏറ്റവും ഹൈപ്പിൽ നിൽക്കുന്ന ഒരു വലിയ സോഷ്യൽ മീഡിയ, ഞാൻ പേര് പറയുന്നില്ല, അദ്ദേഹമൊക്കെ ബിസിനസിൻ്റെ കാര്യത്തിനൊക്കെ കാണാൻ പോയിട്ടുണ്ട്. അന്ന് ബിസിനസ് ഒന്നും കൊടുത്തിട്ടില്ല, അതിൻ്റെയൊക്കെ വൈരാഗ്യമായിരുന്നു. പിന്നീട് ഇപ്പോൾ ഈ കാണുന്ന അദ്ദേഹം അറസ്റ്റിലായപ്പോൾ അദ്ദേഹം അറസ്റ്റിലായി എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത് മനസ്സിലായില്ലേ. പിന്നെ രാഹുൽ ഈശ്വറിനെതിരെ കേസ് എടുക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ കേസ് എടുക്കാൻ തുടങ്ങിയാൽ അതിനുള്ള നേരം ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന ഇപ്പൊ ഐശ്വര്യ എന്നെക്കാളും സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് മുമ്പേ തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ഞാൻ വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വരുന്ന കമന്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാനൊക്കെ എന്നേ കേസ് കൊടുക്കേണ്ടത്. കാര്യം പറയുന്ന പിന്നെ കാണാനിരിക്കുന്ന പലരും പലതരത്തിലല്ലേ. അപ്പോൾ ഈ രാഹുൽ ഈശ്വർ പറഞ്ഞെന്ന് വെച്ചാൽ രാഹുൽ ഈശ്വർ പറഞ്ഞതിൽ ഒരു 50 അല്ലെങ്കിൽ 70% എങ്കിലും അതിൽ കുറേ കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുമുണ്ട്. അപ്പോൾ ഇതിൽ എനിക്ക് തോന്നിയത് ഒരു വേള ഇവരെ കൊണ്ട് ആരെങ്കിലുമൊക്കെ ബിഹൈൻഡ് പിന്നിൽ കളിച്ചിട്ടുണ്ടോ. കാര്യം അപ്പോൾ അദ്ദേഹമാണ് തീരുമാനിക്കുന്നത് ശ്വേതയെ കൊണ്ടുവരണമോ അല്ലെങ്കിൽ പിന്നെ മറ്റേ ലേഡിയെ, മറ്റേ നടിയെ, അവരുടെ പേരെന്താ, ലിച്ചിയെ, അന്ന രാജൻ, അവരെ കൊണ്ടുവരണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഓണറാണ്. അപ്പോൾ കേവലം ഈ പണ്ട് കുട്ടികൾ എന്നെ പിച്ചി, എന്നെ മാന്തി, എന്നെ കല്ലെറിഞ്ഞു, എന്നെ ആ ഒരു സെൻസിലെ അല്ലെങ്കിൽ ഒരു ഓപ്പൺ മൈൻഡ് ആയിട്ടുള്ള ഒരാളായിരുന്നുണ്ടെങ്കിൽ പറയുന്നവൻ പറഞ്ഞോട്ടെ എന്ന് ചിന്തിക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡ് ഉണ്ടാകേണ്ടതായിരുന്നു എന്നൊരു ഹംബിൾ റിക്വസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഹംബിളായിട്ട് പറയുക, അതങ്ങനെ ആയിരിക്കണമായിരുന്നു. ബോച്ചയുടെ എല്ലാ കാര്യങ്ങളും അത്ര നിഷ്കളങ്കമാണ് അല്ല, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞത് ഒരു ആളുടെ അടുത്ത് എന്നിട്ട് ഈ ചേട്ടാ പ്രശ്നമാണോ പഴംപൊരി? ഇതെന്താ ചേട്ടന്റെ പഴംപൊരി ഇങ്ങനെ വളഞ്ഞിരിക്കണേ? പഴംപൊരി എടുത്തിട്ട് ഈ പഴംപൊരി എന്താ ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന അയാൾ ചോദിച്ചൊരു പുരുഷനോട് 916 സാധനത്തെ പറ്റിയൊക്കെ പറയുന്ന ഒരു കളക്ഷൻ എന്ന് പറയുന്ന സാധനം 7 അയലത്തൂടെ പോലും പോയിട്ടില്ല. സഹോദരി എന്റെ കടയിലേക്ക് വാ, നല്ല ഒന്നാമതരം 916 എന്റെ സാധനം ഞാൻ കാണിച്ചു തരാം, അതൊന്ന് ഇട്ട് നോക്ക്, എന്നിട്ട് അതൊക്കെ ഭയങ്കര മോശം. ഒരുപാട് വീഡിയോസ് അല്ല ബോച്ചെ അത് ഞാൻ പറഞ്ഞില്ലേ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ആർക്ക് വേണമെങ്കിലും കയറി ആരെയും എന്തും പറയാവുന്ന രീതിയിൽ പോയതിന്റെ ഒരു പരിണിത ഫലമാണ് ആ കമന്റുകൾ വരുന്നത്. അദ്ദേഹത്തിന് ഇങ്ങനെയുള്ള 6 വർഷോത്തരം കാണിച്ചാൽ അദ്ദേഹത്തിന്റെ പിറകെ ആളുണ്ടെന്ന് അയാൾക്കൊരു ബോധ്യം. അങ്ങനെ ചെയ്യുമ്പോൾ അത് സ്വയം നിയന്ത്രണം, അവിടെ നിർത്താമായിരുന്നു. ഒരു സ്വയം നിയന്ത്രണം അദ്ദേഹത്തിന് വേണമായിരുന്നു. പിന്നീട് അയാളുടെ പ്രോഗ്രാംസിൽ പങ്കെടുക്കണ്ട എന്ന് തീരുമാനിക്കാനുള്ള അധികാരം അല്ല. അവര് ഈ പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു ബോബി ചെമ്മണ്ണൂരും ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്, ഒരു വളരെ കോഴിക്കോടൊക്കെ ഒരു വലിയ ക്രിസ്ത്യൻ ഫാമിലിയാണ്. അദ്ദേഹം ചുമ്മയല്ല, എന്റെ കേട്ടറിവ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മണ്ണൂര് പടുകുഴിയിലേക്ക് പോകുന്ന ഒരു അവസരത്തിൽ ഏതാണ്ട് 85-ലോ അല്ല 90-കളിലെ 80-കളിലൊക്കെ ഈ ചെമ്മണ്ണൂർ ഉണ്ടായിരുന്നതാ. പക്ഷെ അത് ഈ പറയുന്ന പോലെ ചെമ്മണ്ണൂരിന്ന് അന്ന് ആർക്കും അങ്ങനെ വലിയ ഈ മാർക്കറ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്ന് ബോബി ഇത് ഏറ്റെടുത്തോ അന്ന് മുതൽ ബോബി ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ തീരുമാനിച്ചതാണ്. 95-ലോ 2000-ലോ മറ്റൊക്കെയാണെന്ന് എനിക്ക് തോന്നുന്നത്. 2005-ലോ 2007-ലോ ഒക്കെയാണ് മാർക്കറ്റിംഗ്. അങ്ങനെയാണ് മറഡോണയൊക്കെ അദ്ദേഹം കൊണ്ടുവരുന്നത്. അങ്ങനെ മാർക്കറ്റിംഗിൽ വളരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അങ്ങനെ അത് ഇപ്പോൾ ED അന്വേഷണം വരുന്നെന്ന് പറയുന്നു. ഒരു വ്യക്തിക്ക് ഒരു ഇതുണ്ടാകുമ്പോൾ അയാളെ കടന്നാക്രമിക്കുന്ന രീതി വളരെ മോശമാണ്. എന്ന് വെച്ചാൽ ഒരു വേള ഞാൻ നേരത്തെയും പറഞ്ഞു, ഇവിടുത്തെ ചില സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ഇരുന്ന് വളരെ ഇതായിട്ട് വിളമ്പുന്ന ചില ആൾക്കാരൊക്കെ മാർക്കറ്റിങ്ങിനായിട്ട്, അതായത് അഡ്വർടൈസ്മെന്റ് തന്നെ ചോദിച്ച് പ്രഗത്ഭരായ പല ക്ലയൻസിൻ്റെ അടുത്തും ചെന്നിട്ട് അവർ അഡ്വർടൈസ്മെന്റ് കൊടുക്കാത്തത് കൊണ്ട് അവർക്കെതിരെ വാർത്ത ചെയ്ത ഞാൻ വേണമെങ്കിൽ ആ വ്യക്തിയെ ഞാൻ ഇപ്പോൾ പറയാത്തതുകൊണ്ടാണ്. ആ വ്യക്തിയൊക്കെ ഇപ്പോൾ ഇരുന്ന് ബ്ലെയിം ചെയ്യുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാര്യം എൻ്റെ കൂടെ നേരിട്ട് ആ പറയുന്ന പ്രസ്തുത ക്ലയൻസ് കോഴിക്കോടൊക്കെയുള്ള പ്രമുഖരായ ചില വ്യക്തികളെയൊക്കെ ഈ പറയുന്ന ചാനലിൻ്റെ ഉടമ ഇപ്പോൾ 1 ലക്ഷവും 3 ലക്ഷവും 8 ലക്ഷവും 10 ലക്ഷവും ഒക്കെ കാണുന്ന വ്യക്തിയാണ് അദ്ദേഹം. പക്ഷെ അദ്ദേഹം ഈ പറയുന്ന പോലെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം, ബോബി ഇപ്പം ഐശ്വര്യ പറഞ്ഞ പോലെ തെറ്റ് സംഭവിച്ചിട്ടുണ്ട് അങ്ങേർക്ക് അത് രാമൻപിള്ള അഡ്വക്കേറ്റ് സാർ പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞല്ലോ, അയാളുടെ ഒരു വില അയാൾ കളഞ്ഞു കുളിച്ചാണ് പെരുമാറിയത്, അതാണ് പറ്റിയത്. കാര്യം ഇനി ഇത്തരം വികട സരസ്വതി ആവർത്തിക്കില്ല എന്ന് അദ്ദേഹം ഉറപ്പ് കൊടുക്കുന്നുമുണ്ട്. എന്തിനേയും വേറൊരു തരത്തിൽ ഇപ്പോ നമ്മളീ സംസാരിക്കുന്നതിന് തന്നെ നീയക്കാരടാ ഇത് പറയാനെന്ന് ചോദിക്കുന്നവരെ നമുക്കറിയാം. നീയക്കാര ഇതൊക്കെ പറയാനെന്ന് ചോദിക്കും, അങ്ങനെ ചോദിക്കുന്നവരുണ്ട്. അപ്പൊ അതുകൊണ്ട്
നമുക്കിതിലൊന്നും ഒന്നും പറയാനില്ല. ഒരു എന്താ പറയുക, ഇത്രയും ഈ സംഭവം നടന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ സംസാരിക്കുന്നത് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നു. ഇത്രയും ജ്വല്ലറികൾ ഏതാണ്ട് 20-30 വരെ പോയല്ലോ അല്ലേ? അപ്പോൾ വേണമെങ്കിൽ വിത്ത് യുവർ പെർമിഷൻ എന്ന് ചോദിച്ച് ഈ മാല ഇട്ട് കൊടുക്കുകയും കയ്യിൽ പിടിച്ചോട്ടെ എന്ന് ചോദിച്ചിട്ട് കറക്കുകയും, അങ്ങനെ കറക്റ്റ് ഉണ്ട് നമ്മുടെ എല്ലാ വീഡിയോ ഒക്കെ ഇല്ലേ? അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരു സ്ത്രീയോട് വിത്ത് യുവർ പെർമിഷൻ എന്ന് ചോദിച്ച് അത് ചെയ്തതിൽ അയാളുടെ മാന്യത ഞങ്ങൾ കാണിച്ചു. പിന്നെ അയാൾക്ക് പറ്റിപ്പോയത് ഈ പറയുന്ന പോലെ നമ്മൾ പിന്നെ കുറേയൊക്കെ നമ്മുടെ സ്ഥലവും കാലവും സന്ദർഭവും ഒക്കെ ഒരു ബോധം ഉണ്ടാകേണ്ടതായിരുന്നു. ഇനി രണ്ട് അങ്ങനെ പറ്റിപ്പോയതിനെ അതിനെ ആഘോഷമാക്കി ഞരമ്പ് രോഗികൾ, അത്രയേ ഉള്ളൂ. ഇപ്പൊ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതുപോലെ അല്ലേ ഇതിൽ പറഞ്ഞിരിക്കുന്നുണ്ടല്ലേ? അല്ല, ആ കാണാൻ വന്നിരുന്നത് എല്ലാം തന്നെ ഞരമ്പ് രോഗികളാണ്. നമ്മള് പെണ്ണുങ്ങൾ അക്കൂട്ടത്തിലുണ്ട്, എത്ര കുടുംബത്തിൽ പിറന്ന ആണുങ്ങൾ അക്കൂട്ടത്തിലുണ്ട്. പിന്നെ ശ്വേതയെ ക്ഷണിക്കുന്നതും മാക്കിലൂടെ ക്ഷണിക്കുന്നതും മുതലാളിയുടെ ഇഷ്ടമാണ്. ഇപ്പൊ ഇവർക്ക് ഈ പറയുന്ന പോലെ സിനിമകളില്ല, അവർ ഇനാഗുറേഷനിലാണ് നോക്കിയിരുന്നത്. പക്ഷെ ശ്വേത അങ്ങനെയല്ല, ശ്വേതയ്ക്ക് കുറെ സിനിമകളുണ്ട്. അവര് ഈ നടിയേക്കാളും കുറച്ചുകൂടി മികച്ചൊരു നടിയാണ്, നല്ലൊരു നടിയാണ് അവര്. അപ്പൊ അങ്ങനെ വരുമ്പോ ഹണീനെയും തമ്മിൽ ഒരിക്കലും നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. അതൊക്കെ ഒരു ഓർഡറിലെ തീരുമാനിക്കുന്ന ആർക്ക്. അപ്പോ ഈ ഇതിൽ ബാക്കിയൊക്കെ പറഞ്ഞു കേൾക്കുന്നത് ഒരു വേള തന്നെ ഒഴിവാക്കി വേറൊരു നടി വരുന്നു, അവിടെ തന്റെ മാർക്കറ്റ് ഇടിയുന്നു, അങ്ങനെ പല കാരണങ്ങളും ആകാം. ഏതായാലും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഒന്ന്, ബോബി ചെമ്മണ്ണൂരിന് പറ്റിയത് വളരെ തെറ്റ്. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ ഈ പറയുന്ന പോലെ നമ്മുടെ ഇവിടെ തന്നെ ചർച്ചയ്ക്ക് അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹം നമ്മുടെ സാറ് തന്നെ ചോദിച്ചപ്പോഴും ശ്രീകണ്ഠൻ നായർ സാറിൻ്റെ ചാനലിലൊക്കെ അദ്ദേഹം ചർച്ചയിൽ പോയിട്ടുണ്ട്. അദ്ദേഹം വളരെ പിന്നെ ഇതായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പറ്റിയൊരു തെറ്റെന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കൂട്ടം ഞരമ്പന്മാർക്ക് ഈ അങ്ങനെയുള്ളവർക്ക് ആഘോഷിക്കാൻ അറിയാതെ അദ്ദേഹം തന്നെ പലതും എടുത്ത് ഇട്ട് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ പൊസിഷൻ അദ്ദേഹം നോക്കേണ്ടതായിരുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ കോഴിക്കോടൊക്കെ അദ്ദേഹത്തിൻ്റെ ഹെഡ് ഓഫീസിൽ ഞാൻ പോയിട്ടുണ്ട്. വർഷങ്ങൾ നീണ്ടൊരു പരിചയം അദ്ദേഹത്തിൻ്റെ ഓഫീസായിട്ട് എനിക്ക് ഉണ്ടാകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നിത്യവും എത്രയോ പേർക്ക് ആഹാരം കൊടുക്കുന്നുണ്ട് അവിടെ. ആ ഓഫീസിൽ ആഹാരം കൊടുക്കുന്നുണ്ട്. എത്രയോ പിന്നെ വയസ്സായ ആൾക്കാരെ പാർപ്പിച്ച് അവർക്ക് ഭക്ഷണവും താമസ സൗകര്യം കൊടുക്കുന്ന വലിയ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാളെ കിട്ടാൻ പോകുമ്പോൾ അയാളതാ ഇന്നതാ ഈടി വേട്ടയാടാൻ പോകുന്നു, അയാളുടെ സർവ്വതും പൊളിഞ്ഞു വീഴുന്നു, അവനൊരു ലോക ഫ്രോഡാണ്, അവൻ്റെ കൂടെ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. എല്ലാവർക്കും പറ്റും, എല്ലാവർക്കും വീഴ്ചയുണ്ടാവും. ആരും വീഴാതൊന്നും ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പറ്റത്തില്ല. ഉയരങ്ങളിൽ നിൽക്കുന്നവനെ താഴെ വീഴും, താഴെ നിൽക്കുന്നവൻ പിന്നെയും ഉയർന്നു വരും. അത്രയും നമുക്ക് പറയാനുള്ളൂ. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴിയുണ്ട്.